2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഡു ഓർ ഡൈ പോലെയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാം തവണയും ഇടതുമുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ പിന്നെ കോൺഗ്രസിന് കേരളത്തിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായി തന്നെ അറിയാം. ഇത്തവണ തിരിച്ചു വന്നില്ലെങ്കിൽ അത് BJPയുടെ വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇടതുമുന്നണിയോട് വിശിഷ്യ CPM-നോട് വിയോജിപ്പുള്ളവർക്ക് മറ്റൊരു ഓപ്ഷനായി BJP ഇവിടെ വരാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വഴി പൂർണ്ണമായും അടക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കി നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുവാനുള്ള തന്ത്രമാണ് VD സതീശനും K സുധാകരനും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ തിരിച്ചുപിടിക്കേണ്ട മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ആറന്മുളയാണ്. ആറന്മുളയിലെ ജനപ്രതിനിധി മന്ത്രി വീണ ജോർജ്. ആറന്മുള നിയമസഭാ മണ്ഡലം ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടയൊന്നുമല്ല. 96 മുതൽ മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചിരുന്നു ആറന്മുള. 2016 വീണ ജോർജ് സിറ്റിംഗ് MLA ആയിരുന്ന K ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയാണ് ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. 2021 വീണ്ടും വീണ ജോർജ് തന്നെ ആറന്മുളയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 2021 സാഹചര്യം എന്തായിരുന്നുവെന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. കോവിഡ് വ്യാപനത്തിൽ കാര്യമായ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ UDF-ന് സാധിച്ചില്ല. എന്നുമാത്രമല്ല, കിറ്റ് വിതരണത്തിലും ഇടതുമുന്നണി സ്കോർ ചെയ്തപ്പോൾ മുമ്പ് മത്സരിച്ച ശിവദാസൻ നായരെ തന്നെ കളത്തിലിറക്കിയത് കോൺഗ്രസിന് ഗുണം ചെയ്തില്ല. വീണ ജോർജിന് പറ്റിയ ഒരു എതിരാളിയായി മാറാൻ ശിവദാസൻ നായർക്ക് സാധിച്ചതുമില്ല. ക്രൈസ്തവ സമൂഹത്തിൽ ഓർത്തഡോക്സ് വിഭാഗവും ഹൈന്ദവ വിഭാഗത്തിൽ നായർ സമുദായവുമാണ് ഇവിടെ കൂടുതലായി ഉള്ളത്. ഇവിടെ വീണ ജോർജ് തന്നെ വീണ്ടും LDF സ്ഥാനാർത്ഥിയായി വരാനാണ് സാധ്യത കൂടുതലുള്ളത്. അവിടെയാണ് ആറന്മുളയിലേക്ക് ഒരു യുവ നേതാവിനെ പരിഗണിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ നറുക്ക് വീഴുക അബിൻ വർക്കി എന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനായിരിക്കും. മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരിഗണക്ക് വന്നിരുന്നുവെങ്കിലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സേഫാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആറന്മുളയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുമില്ല. അങ്ങനെയാകുമ്പോൾ അബിൻ വർക്കി തന്നെയാവും ആറന്മുളയിൽ ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി വരിക എന്നത് ഏറെക്കുറെ ഉറപ്പായ ഒരു കാര്യമാണ്. അബിൻ വർക്കിയെ പോലുള്ള യുവ നേതാവിന് മികച്ച പോരാട്ടം നടത്തി മണ്ഡലം കോൺഗ്രസിന് വേണ്ടി തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നതിൽ തർക്കവുമില്ല.